ഹലോ ഗൈസ്, ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്നും പോണ പോലെ തന്നെ കമ്പനിയിലേക്ക് പോവാണ്. ഇപ്പൊ സമയം എട്ടരയായി, കുറച്ച് ലേറ്റ് ആയി. സൂര്യചാരനാണെങ്കിൽ വക്കീൽ വേഷത്തിൽ വന്നാണ്, ബ്ലാക്കും വൈറ്റും ഇട്ടിട്ട്. അങ്ങനെ പോയോണ്ടിരിക്കുമ്പോഴേ നമ്മൾ റോഡ് ക്രോസ് ചെയ്യുന്ന സ്ഥലമാണ് കാണുന്നത്. മറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ കേട്ടി കാണാൻ നല്ല രസമാണ്. പക്ഷെ നമ്മുടെ വിഷമം നമുക്ക് മാത്രമല്ല അറിയുള്ളൂ. ഇവിടെയാണ് സൂര്യചാരന്റെ കഴിവ് തെളിയിക്കാനാട്ടാ. ഈ പൊട്ടയുടെ ഇടയിലും കണ്ണ് കാണാണ്ട് പെടങ്ങണ പെടയില്ലേ, എന്റെ പൊന്നെ സമ്മതിക്കന്നെ വേണം. കമ്പനിയിലേക്കുള്ള വഴിയില് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും നിറച്ച് ലോറികൾ അവരെ കൊണ്ടു നിർത്തിയിട്ടുണ്ട്. ഡ്രൈനേജ് വണ്ടികളെ ഇമാതിരി വണ്ടികളൊക്കെ നമുക്ക് തോരുകട്ടാ. ഈ വണ്ടികളാണ് ഈ റോഡ് ഇങ്ങനത്തെ അവസ്ഥയിൽ. അങ്ങനെ നമ്മുടെ കമ്പനിയോടേക്ക് തിരിഞ്ഞപ്പോഴേ നോക്കിയ എന്തിട്ടാ മഴവില്ല, നിറച്ച് സാധനം. ഇതൊക്കെ നമ്മുടെ ഇവന്റുകാരുടെ കേട്ടാ. അങ്ങനെ നമ്മൾ കമ്പനിയിലെത്തി. ഇനി തിരിച്ചു ഇറങ്ങുന്ന വീഡിയോ കാണാം. ഇന്ന് കുൽവിന്റെ ഡെലിവറിക്ക് പോയ കാരണേ കുൽവിന്റെ RX-ന്റെ ഞാൻ എടുക്കണം. കുറച്ച് പണിയുള്ള കാരണം നമ്മൾ അവസാനം ഇറങ്ങിയപ്പോ നമ്മൾ ഒറ്റയ്ക്ക് നമ്മളിപ്പോ ഡോറ് കാര്യങ്ങളൊക്കെ ക്ലോസ് ചെയ്തിട്ട് വേണം നമുക്ക് പോവാൻ. നമ്മൾ സൈക്കിളുമായതുകൊണ്ട് തന്നെ ജിക്കുചാരനും ടീംസും എല്ലാം തെറിച്ചു വിടുന്നു. കാരണം എന്നെ നോക്കി ജിക്കുചാരുടെ എത്താൻ നേരം വേക്കും. അതുകൊണ്ട് നമ്മൾ സൈക്കിൾ മേഖല നമ്മൾ പടച്ച് പോവില്ലേ. അങ്ങനെ പൂട്ട് കണ്ട നിങ്ങൾ എന്തിട്ടാ പൂട്ടില്ലേ. അങ്ങനെ നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ആക്കിട്ടാ. വണ്ടി സ്റ്റാർട്ട് ആക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം റൈറ്റ് സൈഡിലത്തെ സ്വിച്ച് ഓൺ ആക്കിയാൽ മതി. വണ്ടി സ്റ്റാർട്ട് ആകുമ്പോൾ നമുക്ക് ഒറ്റ വണ്ടി ഓടിക്കാന്ന് പറഞ്ഞാൽ കുറച്ച് ടാസ്ക് ആട്ടാ. കാരണം ഇതിൽ ഫ്രണ്ട് ബ്രേക്ക് മാത്രമേ ഉള്ളൂ, ബാക്ക് ബ്രേക്ക് ഇല്ല. ഫ്രണ്ട് ബ്രേക്ക് വരണാണെങ്കിൽ ലെഫ്റ്റ് സൈഡ്. പിന്നെ പറഞ്ഞാൽ നമ്മുടെ നാട്ടിലത്തെ സൈക്കിൾ പോലില്ല, ഇത് ചെറിയ വീലായ കാരണം കയ്യിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുഴഞ്ഞു പോകും. പിന്നെ പോണ വഴിയാണെങ്കിൽ പൂഴിയും. പിന്നെ പറയേണ്ട ആവശ്യമുണ്ടോ, ഈ പൂഴിയുടെ ഇട കൂടെ അവിടെ ഒരു സ്കൂട്ടറും ഒരു ഡാവ് പോണ പോക്ക് നോക്കിയാൽ ഈ പൂഴി കൂടെ പോകാന്ന് പറഞ്ഞ ടാസ്ക് ആയതുകൊണ്ട് നമ്മൾ സൈഡ് പിടിച്ചു. സൈഡ് പിടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ സൈഡിൽ കൂടെ പോണേ അതും ചെറിയൊരു ടാസ്ക് ആയിരുന്നു. കാരണം നമ്മുടെ ബ്ലോക്കിൽ കൂടെ ബൈക്കും കൊണ്ട് പോണ പോലെ ഒന്നും ഇല്ലല്ലോ. നമ്മളത് അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിട്ട് നമ്മൾ അതിന്റെ സൈഡിൽ കൂടെ എടുത്തു. ഒന്നാമത്തെ ലോറിയും കഴിഞ്ഞു, രണ്ടാമത്തെ ലോറിയും കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ ആ ടാസ്ക് തീർന്നു. ഇനി അടുത്ത ടാസ്കിലേക്ക് പിടിക്കാം. ഈ കുണ്ടും കുഴികളുടെ ഇടയിൽ കൂടെ നമ്മൾ ഫോൺ പിടിച്ച് ഓടിക്കാൻ പറഞ്ഞിട്ട് കുറച്ച് ടാസ്ക് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളത് അരയിൽ വെച്ച് ഫോൺ നല്ല ക്യാമറ പൊസിഷൻ തന്നെയാണ്. ഈ മണ്ണിൽ ചവിട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സൈഡ് പിടിച്ചത്. എവിടെ പിടിച്ചാലും നേരെ ചെന്നെത്തണം ഈ മണ്ണിലേക്ക് തന്നെയാണ്. അവസാനം ചവിട്ടേണ്ടി വന്നു കിടികള്. ഈ സൈക്കിളിലാണെങ്കിൽ ആകെ 3 ഗിയറുള്ളൂ. ഒന്നാമത്തെ ഗിയറിൽ വണ്ടി ഓടിച്ച് കഴിഞ്ഞാൽ നീങ്ങണത് അറിയില്ല. അപ്പൊ അങ്ങനെ ഞാൻ 3-ലിട്ട് പടച്ചു. ഇമ്മാതിരി വെയിലത്ത് 3-ലിട്ട് പടക്കല്ലാണ്ട് നമ്മള് വെന്തുരുകല്ലാണ്ട് വണ്ടി നീങ്ങില്ല. കാരണം 10, 20, 30 ഡിഗ്രി അല്ലേ, 52 ഡിഗ്രി സെൽഷ്യസിലാണ് നമ്മളിപ്പോ പോണപ്പോ. എല്ലാ ദിവസം എന്നാണെങ്കിൽ പണി പാലും വെള്ളത്തിൽ കിട്ടും. അങ്ങനെ മണ്ണിട്ട റോഡിൽ നിന്ന് ടാറിട്ട റോഡിലേക്ക് എത്തിച്ച അവിടെ നിന്ന് ഒരു അവഞ്ചർ വരണപ്പോഴാണ് മനസ്സിലായി, ഈശ്വര ഞാൻ ഇത്ര നേരം ലെഫ്റ്റ് സൈഡിലല്ല ഓടിക്കണ്ടായിരുന്നു, റൈറ്റ് സൈഡിൽ ചേർന്നിട്ടല്ലേ നമ്മളിവിടെ വണ്ടി ഓടിക്കേണ്ടത്. ആദ്യമായിട്ട് പോണ പോക്കായ കാരണം നമ്മൾ ഈ കാര്യം മറന്നു. ഇന്നാണെങ്കിൽ മുടിഞ്ഞ തിരക്കും. ഈ പോണ സമയമായ കാരണം എല്ലാവരും ജോലി കഴിഞ്ഞ് പോണ സമയമല്ലേ, അത് കാരണം നല്ല തിരക്കാണ്. തൃശ്ശൂർ ടൗണിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പായണം. നമുക്ക് ഇത് എന്തിട്ട് ബ്ലോക്ക് അല്ലേ, ഇതിന് വലിയ ബ്ലോക്ക് നമ്മൾ കണ്ടിട്ടുള്ളതാ. പക്ഷെ വല്ല എന്താന്ന് വെച്ചാലേ ഇത് വേറെ രാജ്യ. ഇവിടത്തെ വണ്ടികളുടെ സ്പീഡല്ല നമ്മുടെ നാട്ടിലത്തെ സ്പീഡ്. ഒന്നും നോക്കിയില്ലേ, റൈറ്റ് സൈഡിൽ ചേർന്ന് പോയി. പക്ഷേ അവിടെ ബ്ലോക്ക് കണ്ടില്ലേ നിങ്ങള്, സിഗ്നല് നമുക്ക് ഇപ്പുറത്തേക്ക് കിടക്കണ്ടേ. അത് കാരണം ഞാൻ മെല്ലെ സൈക്കിൾ തള്ളിക്കൊണ്ടൊന്ന് ഇപ്പുറത്തേക്ക് എത്തിച്ചു. അവിടെ ബ്ലോക്കൊക്കെ മാറിയോടെ നമ്മളേക്കും ജിക്കുചേട്ടാ റൂമിലെത്തി. പിന്നെ ഒന്ന് നോക്കിയില്ലേ, ആ വഴി നേരെ റൂമിലേക്ക് വിട്ടു. അങ്ങനെ നമ്മൾ ഈ ഓഫ് റോഡൊക്കെ കയറിയിട്ടാണ് നമ്മൾ റൂമിലേക്ക് എത്താട്ടാ. ഈ കാണുന്ന ബിൽഡിംഗ് ആണ് നമ്മുടെ റൂം വരുന്നത്. അപ്പൊ അങ്ങനെ ഈ സൈഡിൽ കൂടെ ഒക്കെ നമ്മൾ വണ്ടി എടുത്ത് കയറ്റി കൊണ്ടുവന്ന് നമ്മുടെ റൂമിലേക്ക് എത്തി. അങ്ങനെ കയറി ചെല്ലുമ്പോഴേ വേറെ ഏതൊരു ഡവ് സൈക്കിൾ നിൽക്കുന്നുണ്ട്, ഒരു ഇലക്ട്രിക് സൈക്കിൾ. അങ്ങനെ നമ്മൾ നേരെ റൂമിലേക്ക് എത്തിയിട്ടാ. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ പോണേ. രാത്രിയായ കാരണം നമ്മൾ ഫുഡ് പുറത്തുനിന്ന് കഴിക്കണം. ഇപ്രാവശ്യം റേഡിയോ തന്നെ പിടിച്ചു. ഇപ്രാവശ്യം മെസ്സിലൊന്നും ഉണ്ടാക്കിയില്ലാട്ടാ, കാരണം പുറത്തുനിന്ന് കഴിക്കാന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ നടന്ന് റേഡിയോ എത്തിയിട്ടാ. അവിടെയാണെങ്കിൽ ഒരു വണ്ടം കച്ചവടം നടക്കുക. വേറെ ഒന്നല്ല, നമ്മുടെ ഈ മലയാളി മാനേജറില്ലേ, ഈ ഹോട്ടലത്തെ മാനേജർ, ആ ഒരു ബംഗാളിനെ പറഞ്ഞ് പറ്റിച്ച ഓരോ സാധനങ്ങളൊക്കെ ഞാനൊക്കെ വീഡിയോ എടുത്ത് എത്തുമ്പോഴേക്കും ജിക്കുചാരൻ ഇവരൊക്കെ സെറ്റായി അവിടെ ഇരുന്നു കേട്ടാ. അങ്ങനെ ഗഡിമോന്റെ കച്ചവടമൊക്കെ കഴിഞ്ഞു. കച്ചവടം കഴിഞ്ഞത് ഈ സാധനങ്ങളൊക്കെ അവിടെ ഏൽപ്പിച്ചു. ആ ബംഗാളിക്ക് ഒരു ചായം കൊടുത്ത് ആളവിടെ നമ്മളെടുത്ത് പറയാ, നമ്മൾ ഈ സാധനമൊക്കെയാണ് ഞാൻ ഇവിടുന്ന് കലക്കിയത്, സാധനത്തിന്റെ വലിപ്പം കണ്ട എന്തിട്ട സാധനല്ലേ എന്നൊക്കെയാണ് പറഞ്ഞ് നമ്മളെടുത്ത് ഡയലോഗ് അടിക്കണ. പാവം ഇത് വിറ്റ ബാഗൊന്നും അന്നറിയാണ്ട് അവിടെ ചായ കുടിച്ചിരിക്കും. അങ്ങനെ നമ്മുടെ സാലഡ് ഐറ്റംസ് ഒന്നും ഇട്ടാക്കും. ഇവിടെ ബംഗാളിനെ പറ്റി നാരങ്ങയും. നമ്മൾ 3 പേരുള്ളതുകൊണ്ട് തന്നെ 3 പേരും കൂടിയിട്ട് 2 ഈച്ച വീതം പൊറോട്ടയും ഈ പനീർ ബട്ടറും പറഞ്ഞിട്ടോ. ഒരു പനീർ ബട്ടർ ഉണ്ടെങ്കിൽ നമുക്ക് 3 പേർക്കും കൂടിയിട്ട് കഴിക്കാം. അമ്മാതിരി ക്വാണ്ടിറ്റി ഉണ്ട് സാധനത്തിന്. പക്ഷെ ഒരു കേസുണ്ട്, അടിച്ച പൊറോട്ട ആവില്ല, നമുക്കിങ്ങനെ പരത്തി തരും. അത് പരത്തി തന്നാൽ എന്താ വിശപ്പ് മാറും. ഒരൊറ്റ പൊറോട്ട അല്ലെങ്കിൽ 2 പൊറോട്ട കഴിഞ്ഞാൽ വയറ് നിറയിച്ച നീകളാണ്. ഞാൻ കഴിക്കാണ്ട് മുമ്പ് സൂപ്പർ എന്ന് പറഞ്ഞു വീഡിയോ എടുക്കണ്ടാട്ടാ. ഇതൊന്നും കഴിച്ചു നോക്കണ്ടല്ലേ, കാരണം കാണുമ്പോൾ തന്നെ സൂപ്പർ ആയിട്ടാണ് തോന്നണേ. അങ്ങനെ പൊറോട്ടയുടെ ഉള്ളിലേക്ക് കുറച്ച് മറ്റേ പനീർ ബട്ടർ മസാലയും മുക്കിയിട്ട് ഒരു പൂശി സംഭവം ഈ പറഞ്ഞ പോലെ തന്നെയാണ്. ഞങ്ങൾ സ്ഥിരം കഴിക്കണല്ലേ, അമ്മാതിരി ടേസ്റ്റ് തന്നെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ബില്ലൊക്കെ കൊടുത്ത് അവിടെ പെരിഞ്ചീരകത്തിന്റെ കുപ്പിരിക്കുണ്ട്, അതിനുള്ള പെരിഞ്ചീരകം എടുത്ത് കഴിച്ച് ഞങ്ങൾ പരിപാടി അവസാനിച്ചിട്ടാ. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.